സാക്കി ഓന. ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ ജാക്ക് പിന്നെ ഡാനിയൽ അവരുടെ മക്കളായ നിക് പിന്നെ എറിക്കിനൊപ്പം സന്തോഷമായി ജീവിച്ചിരുന്നു. മമ്മി എനിക്ക് ഗാർഡനിൽ കളിക്കാൻ പോകണം. വേണ്ട മോനെ, ഒരുപാട് ലേറ്റായി. ഇപ്പോൾ പോകണ്ട, നാളെ ഗാർഡനിൽ പോകാം. മമ്മി സമ്മതിക്ക്, ഞങ്ങൾ കുറച്ചു നേരം കളിച്ചിട്ട് സത്യമായിട്ടും വേഗം നിങ്ങൾ തിരിച്ചു വന്നേക്കാം. ഓക്കെ, പൊയ്ക്കോ. എന്നാൽ നീ പ്രോമിസ് ചെയ്യ്, അനിയൻ എറിക്കിനെ ഭദ്രമായി നോക്കിക്കോളാമെന്ന്. പ്രോമിസ് മമ്മി. അതിനുശേഷം രണ്ടുപേരും കുറച്ചു നേരത്തിനുള്ളിൽ ഗാർഡനിൽ കളിക്കാനായി വന്നു. അവരുടെ സന്തോഷത്തിനും അളവേയില്ലായിരുന്നു. അപ്പോൾ ദൂരെ അവിടെ മാസ്ക് ധരിച്ച ഒരു സുന്ദരിയായ പെൺകുട്ടി അവൻ രണ്ടുപേരും കളിക്കുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു. എറിക്കിനെ കണ്ടതും ആ പെൺകുട്ടിയുടെ കണ്ണിൽ ഒരു വ്യത്യസ്തമായ പ്രകാശം കണ്ടു. കുറച്ചു നേരത്തിനുള്ളിൽ രണ്ടുപേരും ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. ഹേയ്, ഞാൻ 6 അടിച്ചേ. എരിക്, നീ ബോൾ അത്രയും ദൂരത്ത് അടിക്കാതെ, അതെടുക്കാൻ ഞാൻ ഒരുപാട് ദൂരത്ത് പോകണം. നിക്കിന് തോന്നി അവന്റെ പുറകിൽ ആരോ നിൽപ്പുണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെ ആരുമില്ല. ഇവിടെ അവർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരുന്നു. മറുവശത്ത് മാസ്ക് ധരിച്ച പെൺകുട്ടി എറിക്കിന്റെ അടുത്തേക്ക് പതുക്കെ വന്നു. അവളുടെ കണ്ണുകൾ വളരെ മനോഹരമായിരുന്നു. അവൾ പതുക്കെ എറിക്കിന്റെ അടുത്തേക്ക് നടന്നു വന്നു. അവൾ നടക്കുന്നത് കണ്ടാൽ മനുഷ്യർ കാറ്റിൽ പറക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എറിക് ബോളിനെ കോമ്പൗണ്ടിന് വെളിയിലേക്ക് അടിച്ചു. എരിക്, ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ദൂരത്ത് അടിക്കരുതെന്ന്. എന്നിട്ടും നീ എന്തിനാ അടിക്കുന്നേ? മാസ്ക് ഇട്ടിരുന്ന പെൺകുട്ടിയുടെ മുടി കാറ്റിൽ വേഗത്തിൽ പറക്കാൻ തുടങ്ങി. അവൾ കൃത്യമായി എറിക്കിനെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അവൾ നടക്കാതെ 3 ഫീറ്റ് മുൻപിലേക്ക് വന്നു നിന്നു. പെട്ടെന്ന് അവൾ നിൽക്കുന്ന വശത്തേക്ക് നിക് നോക്കിയപ്പോൾ അവൾ മറഞ്ഞുപോയി. സോറി ചേട്ടാ. ശരി, ഞാൻ ബോൾ എടുത്തുകൊണ്ട് വരാം. അതുവരെ നീ എങ്ങും പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാകണം. ഇങ്ങനെ പറഞ്ഞ് നിക് ഗാർഡന് വെളിയിലേക്ക് ബോൾ അന്വേഷിക്കാനായി പോയി. എറിക് ഒറ്റയ്ക്കവിടെ ശാന്തനായി നിന്നുകൊണ്ടിരുന്നു. ആ പെൺകുട്ടി അപ്പോൾ പെട്ടെന്ന് എറിക്കിന്റെ പിന്നിൽ വന്ന് നിന്നു. നിങ്ങളാരാ? അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ? ഇതു പറ, ഞാൻ സുന്ദരിയാണോ? എറിക്കിന് ഒന്നും മനസ്സിലായില്ല. അവൻ ആ മാസ്ക് ധരിച്ച പെൺകുട്ടിയെ ശ്രദ്ധിച്ചു നോക്കി. പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് കാറ്റിൽ പറക്കാൻ തുടങ്ങി. പിന്നെ അവൾ ഒച്ചത്തിൽ ചിരിക്കാനും തുടങ്ങി. അവളുടെ കണ്ണുകളും തിളങ്ങാൻ തുടങ്ങി. പറ, ഞാൻ സുന്ദരിയാണോ? അതെ എന്ന് പറഞ്ഞതും മാസ്ക് ധരിച്ച പെൺകുട്ടി വളരെ ഒച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. പതുക്കെ അവളുടെ മുഖത്തുണ്ടായിരുന്ന ആ മാസ്ക് അവൾ മാറ്റി. അവളുടെ മുഴുവൻ മുഖവും. എറിക്കത് കണ്ട് ഒരുപാട് അത്ഭുതപ്പെട്ടു. അവളുടെ മുഖം വളരെ ഭയങ്കരമായിരുന്നു. അവളുടെ വായ വലുതായി വെട്ടേൽക്കപ്പെട്ടിരുന്നു. അത് കാണാൻ തന്നെ വളരെ ഭയങ്കരമായിരുന്നു. അവളുടെ മുഖത്തു നിന്നും ചോരയൊലിക്കാൻ തുടങ്ങി. അവളുടെ മുടിയും വേഗത്തിൽ കാറ്റിൽ പറക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ കണ്ണ് ചുവപ്പായി മാറി. പിന്നെ അവൾ കാറ്റിൽ പറക്കാനും തുടങ്ങി. പതുക്കെ പതുക്കെ അവളുടെ കാലും തിരിയാൻ തുടങ്ങി. പറ, ഞാൻ ഇപ്പോഴും സുന്ദരിയാണോ? എറിക് അപ്പോൾ ശരിക്കും പേടിച്ചു. പേടിയിൽ അവൻ വിയർക്കാൻ തുടങ്ങി. പറ, ഞാൻ ഇപ്പോഴും സുന്ദരിയാണോ? ഒരുപക്ഷെ അല്ലെന്ന് പറഞ്ഞാൽ ഇതെന്നെ കൊന്നുകളയും. അതെ എന്ന് പറയാം. അതെ. അപ്പോൾ പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ കൈ പിന്നിലേക്ക് പോയി. അവൾ ഒരു വലിയ കത്രികയെടുത്ത് എറിക്കിന്റെ വായ വെട്ടിക്കളഞ്ഞു. ഇങ്ങനെ ചെയ്തതിനാൽ അവന്റെ മുഖവും ആ പെൺകുട്ടിയുടെ മുഖം പോലെ നടുക്ക് വെട്ടേൽക്കപ്പെട്ടു. അവന്റെ മുഖത്തു നിന്നും ചോര ഒഴുകാൻ തുടങ്ങി. അവൻ വേദനയിൽ പുളയാൻ തുടങ്ങി. അവൻ താഴെ വീണ് വേദനയിൽ അലമുറയിട്ടു. ആ മാസ്ക് ഇട്ടിരുന്ന പെൺകുട്ടി ഒച്ചത്തിൽ ചിരിച്ച് അവിടെ നിന്നും മാഞ്ഞുപോയി. കുറച്ചു നേരത്തിനുള്ളിൽ നിക് ബോളും എടുത്തു വന്നു. എരിക്, നീ എന്താ താഴെ വീണ് കിടക്കുന്നേ? നിക് എറിക്കിന്റെ മുഖം കണ്ട് അലറാൻ തുടങ്ങി. അവൻ ശരിക്കും പേടിച്ചിരുന്നു.
അതിനുശേഷം അവൻ നേരെ വീട്ടിലേക്ക് ഓടി. അവന്റെ കുടുംബം നേരെ ഓടി ഗാർഡനിലേക്ക് വന്നു. എറിക്, എറിക്, എന്തു പറ്റി മോനെ നിനക്ക്? എറിക്, പേടിക്കണ്ട ഡാനിയൽ, നമുക്കിവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഗാർഡനിൽ വന്ന ചില ആളുകൾ പേടിച്ച് അവനെ തന്നെ നോക്കി നിന്നു. അപ്പോൾ ഒരു വയസ്സായ മുത്തശ്ശി മുൻപിലേക്ക് വന്നു പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇതെല്ലാം ആ ഓനയുടെ ജോലിയാണെന്ന്. അവൾ വന്നു, നമ്മുടെ സ്ഥലത്തേക്ക് അവൾ വന്നു കഴിഞ്ഞു. ഓനയോ? കുച്ചിസാക്കി ഓന, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ കുഞ്ഞ് മരിച്ചു പോയിരിക്കുന്നു. ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അവനുള്ള ശേഷക്രിയകൾ ചെയ്തോളൂ. ഗോഡ് വിൽ നോട്ട് ഫോർഗീവ് ദാറ്റ് ലേഡി. മനസ്സിലാകുന്നില്ല അവൾ എന്തിനാ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതെന്ന്. ഇല്ല ഇല്ല, ഞങ്ങളുടെ മകൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ആരാ ഈ കുച്ചിസാക്കി? അവളെ ഞങ്ങൾക്കറിയില്ല. അപ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ അവിടെ പോലീസ് വന്നു. പൂർണ്ണമായ തെളിവെടുപ്പിന് ശേഷം അവർ ആ ബോഡി ജാക്ക് ഡാനിയലിന് വിട്ടുകൊടുത്തു. നിങ്ങൾക്ക് ബോഡി കൊണ്ടുപോകാം, പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞു. ജാക്കും ഡാനിയലും അവരുടെ മകന്റെ സംസ്കാരത്തിന് ശേഷം വീണ്ടും അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പറയൂ സർ, ഞങ്ങളുടെ മകനെ ഒരു പെൺകുട്ടി കൊന്നു. അവന്റെ പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾ അവളെ കണ്ടെത്തിയില്ല. ഇവിടെ നോക്ക് ഡാനിയൽ, കണ്ടെത്തണമെങ്കിൽ ആളാദ്യം ജീവനോടെ ഉണ്ടായിരിക്കണം. ഇതാദ്യത്തെ കേസല്ല, 150ാമത്തെ കേസാ. അവിടെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്നാൽ മറുവശത്ത് ആ പെൺകുട്ടി നാഗസാക്കി നഗരത്തിൽ മറ്റൊരു കുഞ്ഞിനെയും കൊന്നിരുന്നു. എന്താ, ഞാൻ സുന്ദരിയാണോ? അതിനുശേഷം അവൾ ആ കുഞ്ഞിനെയും കൊന്നുകളഞ്ഞു. അങ്ങനെ എന്നാൽ നിങ്ങളുടെ മകനെ ഒരു ആത്മാവാണ് കൊന്നത്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ റിപ്പോർട്ട് എഴുതി അറസ്റ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അത് ആരെയെങ്കിലും കൊന്നു കാണും. എന്നാൽ എന്തിന്? കുച്ചിസാക്കി ഓന, ഇവളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ജപ്പാനിൽ കുസിചാക്കി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ വളരെ സുന്ദരിയായിരുന്നു. അതിൽ അവൾക്ക് വലിയ അളവിലുള്ള അഹങ്കാരവും ഉണ്ടായിരുന്നു. അവൾക്കും ഒരു സാമുരായിക്കും കല്യാണവും കഴിഞ്ഞിരുന്നു. കുച്ചിസാക്കി, നീ വളരെ വലിയ സുന്ദരിയാണ്. നിന്നെ എനിക്ക് കിട്ടിയത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ലോകത്തിലെ സുന്ദരിയായ പെൺകുട്ടിയാണ് ഞാൻ. ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങളത് ചെയ്യണം. ചില വർഷങ്ങൾ കഴിഞ്ഞ് സാമുറായിക്ക് യുദ്ധത്തിനുള്ള കത്ത് വന്നു. കുച്ചി, എനിക്ക് യുദ്ധത്തിന് പോകണം. നീ സൂക്ഷിച്ചോ. പിന്നെ എനിക്കെന്നും ലെറ്ററും അയക്കണം. ലവ് യു കുച്ചി. ലവ് യു ടു. സാമുറായി ദിവസങ്ങളോളം യുദ്ധക്കളത്തിൽ താമസിച്ചു. സ്റ്റാർട്ടിങ്ങിൽ കുച്ചിസാക്കി അവന് ലെറ്ററൊക്കെ എഴുതുമായിരുന്നു. എന്നാൽ പതുക്കെ പതുക്കെ അവൾ ലെറ്റർ എഴുതുന്നതൊക്കെ നിർത്തി. മറുവശത്ത് കുച്ചിസാക്കിയും എല്ലാ അതിരുകളും കടന്നിരുന്നു. അവൾ മറ്റു പുരുഷന്മാരുടെ കൂടെ റിലേഷൻ വെക്കാൻ തുടങ്ങി. കുച്ചി, നീ വളരെ വലിയ സുന്ദരിയാ. എനിക്കിഷ്ടമാണ്. ഞാൻ നിന്റേത് മാത്രമായിരിക്കും, ഒരേ ഒരു ദിവസം മാത്രം. ഞാൻ എന്റെ സൗന്ദര്യം ഒരാൾക്ക് മാത്രം കൊടുക്കാൻ തയ്യാറല്ല. മറുവശത്ത് സാമുറായി ഒരുപാട് വിഷമിച്ചിരുന്നു. അപ്പോൾ അവന്റെ കൂട്ടുകാരൻ അവനൊരു കത്തെഴുതി. അതിൽ കുച്ചിസാക്കിയെ പറ്റി നടന്നതെല്ലാം പറഞ്ഞു. ഇല്ല, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നീ എന്റേതാണെന്ന് ഞാൻ വിചാരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞ് അവൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവൻ അവിടെ കണ്ടു. അവന്റെ ഭാര്യയോടൊപ്പം മറ്റൊരുത്തനും ആ വീട്ടിലുണ്ടായിരുന്നു. ആരായവൻ? ഇവനെന്താ നമ്മുടെ വീട്ടിൽ കാര്യം? നിന്നെ ഞാൻ എത്രത്തോളം വിശ്വസിച്ചു. എന്റെ കൂട്ടുകാരൻ പറഞ്ഞത് ശരിയായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ റൂമിലുണ്ടായിരുന്ന ആളെ അവൻ കൊന്നുകളഞ്ഞു. അതിനുശേഷം പതുക്കെ പതുക്കെ കുച്ചിസാക്കിയുടെ നേരെ നടന്നു വന്നു. വേണ്ട, എന്താ ചെയ്യുന്നേ? മുന്നിലേക്ക് വരരുത്. അടുത്തേക്ക് വന്ന് സാമുറായി തന്റെ വാൾ പുറത്തെടുത്തു. നിനക്ക് സുന്ദരിയാണെന്നുള്ള അഹങ്കാരമല്ലേ? ലോകസുന്ദരി നീയാണെന്നല്ലേ നീ വിചാരിക്കുന്നത്? ശരിയാക്കി തരാം. അതിനുശേഷം സാമുറായി മുൻപിലേക്ക് വന്ന് കുച്ചിസാക്കിയുടെ മുഖം ആഞ്ഞൊരു വെട്ടുവെട്ടി. കുച്ചിസാക്കിയുടെ മുഖം വായുടെ അടുത്ത് കീറിപ്പോയി. വെട്ടിയതും വളരെ വേഗത്തിൽ രക്തം വരാൻ തുടങ്ങി. കുച്ചിസാക്കി വേദനയിൽ പുളഞ്ഞു. എന്തിനാണ് എന്നെ വെട്ടിയത്? പോ, ഇപ്പോൾ നിന്റെ മുഖം എല്ലാവരെയും കാണിക്കേ. ഈ മുഖമല്ലേ എല്ലാവരെയും മയക്കിയത്.
ഇപ്പോൾ നിന്നെ ആരിഷ്ടപ്പെടുമെന്ന് നോക്കാം. കുച്ചിസാക്കി ഓടി വന്ന് തന്റെ മുഖം കണ്ണാടിയിൽ നോക്കി. അവളുടെ മുഖം കാണാൻ ഭയങ്കരമായിരുന്നു. ഇല്ല, ഞാൻ സുന്ദരിയാണ്, ഞാൻ വളരെ സുന്ദരിയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുച്ചിസാക്കി തന്റെ ജീവൻ രക്ഷിക്കാനായി അവിടെ നിന്നും ഓടി. എന്നാൽ ചോര ഒരുപാട് പോയതുകൊണ്ട് അവൾ അവിടെ തന്നെ മരിച്ചു. ഞാൻ സുന്ദരിയാണ്. ഇതാ കുച്ചിസാക്കി തന്നെയാ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരോടും പ്രതികാരവും ചെയ്യുന്നു. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എല്ലാവരോടും ഞാൻ സുന്ദരിയാണോ എന്ന് ഒരേ ഒരു ചോദ്യം മാത്രമേ അവൾ ചോദിക്കൂ. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ഉടൻ തന്നെ അവൾ കൊന്നുകളയും. ഒരുപക്ഷെ അതേന്ന് പറഞ്ഞാൽ അവളുടെ മുഖത്ത് എങ്ങനെ വെട്ടേൽക്കപ്പെട്ടോ അതുപോലെ പറഞ്ഞ ആളുടെ മുഖത്തും അവൾ വെട്ടും. ആ ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾ തിരിച്ചു മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരെ അവൾ ഫോളോ ചെയ്തു വന്നിട്ട് വീട്ടിൽ തന്നെ വെച്ച് നിങ്ങളെ കൊന്നുകളയും. എന്നുവച്ചാൽ ഉത്തരം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവർക്ക് മരണം ഉറപ്പാണ്. ഇപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്കെന്താ? വലിയ വലിയ ഫാദർമാർ, പാരനോർമൽ എക്സ്പേർട്സ് ആർക്കും അവളെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ തന്നെ വിടണോ? ഞാനെന്ത് പറയുന്നെന്നാൽ നിങ്ങൾ വലിയൊരു ഫാദറിനെ കണ്ട് നിങ്ങളുടെ മകന് വേണ്ടി പൂജ ചെയ്യൂ, നന്നായി പ്രാർത്ഥിക്കൂ. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമേ വരില്ല. എല്ലാവരും പറയുന്നു കുച്ചിസാക്കി ഓന ഒരുപാട് കാലം ജപ്പാനിൽ ഇരുന്ന് ഒരുപാട് കുട്ടികളെ കൊന്നു എന്ന്. എന്താ ഞാൻ സുന്ദരിയല്ലേ? നോ. അതിനുശേഷം ഒരു ദിവസം അവൾ പെട്ടെന്ന് മറഞ്ഞുപോയി. ഇപ്പോഴും ജനങ്ങൾ ഇതിനെക്കുറിച്ചോർത്ത് പേടിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ എന്തിനു വന്നു? അങ്ങനെ വന്നവളിപ്പോൾ എവിടെ പോയി? ഇത് അനബൽ പാവയുടെ യഥാർത്ഥ കഥ. ഡോണയ്ക്ക് അവളുടെ അമ്മ ഒരു മനോഹരമായ ആന്റിക് പാവയെ ഗിഫ്റ്റായി നൽകി. പാവയെ എടുത്തുകൊണ്ടുവന്ന് സന്തോഷത്തിൽ അവളുടെ ഫ്രണ്ട് ആൻജിയോട് പറഞ്ഞു, ആൻജി നോക്ക്, ഭംഗിയുള്ള പാവ, അമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നതാ. ഐ ലവ് ഡോൾസ് ടു മച്ച്. ഞാനൊരു പാവഭ്രാന്തിയാ. അമ്മയ്ക്കറിയാം എന്റെ താല്പര്യം. ഈ പാവ നല്ല ഭംഗിയുണ്ട്. ഇത് സംസാരിക്കുമെന്ന് തോന്നുന്നു. സോ ബ്യൂട്ടിഫുൾ. ഡോണ കുറച്ചു നേരം ആ പാവയുമൊത്ത് കളിച്ചിട്ട് അതിനെ കട്ടിലിൽ വെച്ച് ആൻജിയോടൊപ്പം കഴിക്കാനായി പോയി. പെട്ടെന്ന് ആ പാവയുടെ കണ്ണ് ചുമപ്പായി മാറി. അതിന്റെ കണ്ണ് വ്യത്യസ്തമായി ജ്വലിക്കാനും തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് അവർ രണ്ടുപേരും കഴിച്ചിട്ട് അവരുടെ റൂമിലേക്ക് വന്നപ്പോൾ അവരിത് കണ്ട് അത്ഭുതപ്പെട്ടു. കട്ടിലിൽ വെച്ചിട്ട് പോയ പാവ ഇപ്പോൾ ചെയറിലിരിക്കുന്നു. ആ പാവയുടെ കണ്ണ് രണ്ടും ചുമപ്പായിരുന്നു. ഇത് അവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായി തോന്നി. ഇതിനെ ഞാൻ കട്ടിലിലല്ലേ വെച്ചിരുന്നത്, കസേരയിൽ എങ്ങനെ വന്നു? നീ എടുത്തു വെച്ചിരുന്നോ? ഇല്ല ഇല്ല, ഞാനും നീയുമല്ലാതെ ആരും ഇവിടെ വന്നിട്ടില്ല. ഇത് ചെയറിൽ എങ്ങനെ വന്നു? ഇതെങ്ങനെ സംഭവിച്ചു? അതിനുശേഷം അവർ രണ്ടുപേരും ആ പാവയിലേക്ക് നോക്കി. പാവയിൽ നിന്നും വലിയ ശബ്ദങ്ങൾ വീട് മുഴുവൻ കേട്ടുകൊണ്ടിരുന്നു. അന്നു മുതൽ ആ വീടിനുള്ളിൽ എന്തെങ്കിലും വ്യത്യസ്തമായ സംഭവങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടേയിരുന്നു. ചെവി പൊട്ടുന്നത് പോലെ വലിയ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. പാവ പെട്ടെന്ന് കട്ടിലിനടിയിൽ ചെല്ലും, കതകിനടുത്തേക്കും പോകും. പാവ ഇങ്ങനെ വ്യത്യസ്തമായി ചെയ്യുന്നത് കാണാൻ വളരെ ഭയങ്കരമായിരുന്നു. പെട്ടെന്ന് ആരോ ഭയങ്കരമായി ചിരിക്കുന്നത് പോലെ ശബ്ദം കേട്ടു. എങ്ങനെ ഒരു കുഞ്ഞ് വളരെ ശബ്ദത്തിൽ ചിരിക്കുമോ അതുപോലെ. അപ്പോൾ പെട്ടെന്ന് ആ പാവയ്ക്കുള്ളിൽ നിന്നും ഏതോ ഒരു കുഞ്ഞ് കരയുന്നത് പോലെയുള്ള ശബ്ദവും കേട്ടു. ഇത് വളരെ അത്ഭുതകരമായ വിഷയമായിരുന്നു. അവൻ രണ്ടുപേരും പേടിച്ചു പോയി ഒരു സ്ഥലത്ത് തനിയേയിരുന്നു. ഒരു ദിവസം ഡോണ അവളുടെ ഫ്രണ്ടിനോടൊപ്പം അവളുടെ റൂമിൽ വന്ന് നോക്കിയപ്പോൾ അവളുടെ ബുക്കെല്ലാം അത് കീറിയിട്ടിരുന്നു. എല്ലാ പേപ്പർ കഷ്ണങ്ങളും റൂമിൽ പറന്നുകൊണ്ടിരുന്നു. പിന്നെ അതിൽ ഹെൽപ്പ് ഹെൽപ്പ് എന്നും എഴുതിയിരുന്നു. ഭയങ്കരമായ ശബ്ദത്തോടെ ആ പേപ്പർ അവിടെയും ഇവിടെയുമായി പറന്നു. അപ്പോൾ രണ്ടുപേരും ആ പാവയെ ശ്രദ്ധിച്ചു നോക്കി. അതിന്റെ കണ്ണിൽ നിന്നും ചോരക്കണ്ണീർ ഒഴുകുന്നു.
അത് കണ്ട് രണ്ടുപേരും ഒരുപാട് പേടിച്ചു. പേടിയിൽ അവർ രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിച്ചു. ശേഷം ഡോണ ഒരു പാരാനോർമൽ എക്സ്പേർട്ടിന് കോൾ ചെയ്തു. ഈ പാവയുടെ ദേഹത്ത് ഒരു 8 വയസ്സുള്ള കുഞ്ഞിൻ്റെ ആത്മാവാണ്. അവളുടെ പേര് അനബെല്ല ഹിങ്കിസ്ഥാൻ. ആ കുട്ടി ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്. ആ കുട്ടിയുടെ ആത്മാവ് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നു. അതിന് നിങ്ങളെ ഒരുപാട് ഇഷ്ടവുമായി. ഇനി നിങ്ങളാണൊരു തീരുമാനത്തിലെത്തിച്ചേരേണ്ടത്. ഇതിനെ കൈവശം വയ്ക്കണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന്. ഞങ്ങൾ ഇതിനെ സൂക്ഷിച്ചു വെച്ചോളാം. ഈ പാവ ഞങ്ങളെ ഒരു ശല്യവും ചെയ്തില്ല. വളരെ ക്യൂട്ടായ ഡോൾ. ഞങ്ങൾക്ക് ഈ ഡോളിനെ ഒരുപാട് ഇഷ്ടമാ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഫ്രണ്ട്, അവന്റെ പേര് ലോ, ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കാനായി വന്നു. തനിച്ചൊരു റൂമിലായിരുന്നു അവൻ ആ പാവയെ വളരെ ശ്രദ്ധയോടെ നോക്കി. അവന് ആ പാവയിൽ എന്തോ വ്യത്യസ്തമായി തോന്നി. അവൻ എന്തോ ഒരു സംശയം തോന്നി. ഡോണ, ഈ പാവ എവിടെ നിന്നും ഉടനെ മാറ്റിക്കോ. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ പാവ കാരണം നമുക്ക് ആപത്ത് വന്നേക്കാം. ലോ, അങ്ങനൊന്നും സംഭവിക്കില്ല. ഞങ്ങൾ അനബെല്ലിനൊപ്പം നല്ല സന്തോഷത്തിലാണ്. അവൾക്കും ഞങ്ങളെ ഒരുപാട് ഇഷ്ടമാ. അവളുടെ അടുത്ത് ഞങ്ങൾക്കൊന്നും മോശമായി തോന്നുന്നില്ലല്ലോ. ആ സമയത്ത് അവർ രണ്ടുപേരും ലോ പറഞ്ഞത് വിശ്വസിച്ചേയില്ല. അവർ രണ്ടുപേരും ലോയ്ക്കുള്ള സംശയത്തെ ശ്രദ്ധിച്ചേയില്ല. അതാണ് അവർ ചെയ്ത വളരെ വലിയ തെറ്റ്. ഒരു ദിവസം ലോ അവന്റെ റൂമിൽ തനിച്ചുറങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ഭയങ്കരമായ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. ഭയങ്കരമായി ചിരിച്ചത് റൂമിലേക്ക് വന്നു. അപ്പോൾ അവൻ കണ്ടു, ആ പാവ കാറ്റിൽ പറന്നുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. ആ പാവ അവന്റെ തലയ്ക്ക് മുകളിൽ പറന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ മുഖം വളരെ ഭയാനകമായിരുന്നു. അതിൻ്റെ കണ്ണ് ചുമന്നിരുന്നു. അതിൻ്റെ വായിലും ചോര ഒലിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ അത് ലോയുടെ മുകളിൽ കയറിയിരുന്നു. അതവിടെ ഇരുന്ന് കടിക്കാൻ തുടങ്ങി. അവന്റെ തുണികൾ വലിച്ചു കീറാൻ തുടങ്ങി. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. ഭയങ്കരമായ ശബ്ദം മുഴങ്ങി. അവന് തോന്നി ആരോ മുകളിൽ കയറിയിരുന്ന് കത്തികൊണ്ട് കുത്തി കീറുന്നതായി. ഭയങ്കരമായ ചിരി അവന്റെ റൂമിൽ മുഴങ്ങി. അവനെ കൊണ്ടൊന്ന് അനങ്ങാൻ പോലും പറ്റിയില്ല. ആരോ അവനെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെയായി. ഭയങ്കരമായ ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അവൻ പേടിച്ച് വിറച്ചിരുന്നു. ദേഹമെല്ലാം മുറിവേറ്റിരുന്നു. അവനൊന്ന് നിലവിളിക്കാൻ പോലും പറ്റിയിരുന്നില്ല. ആ പേടിയോടെ തന്നെ അവൻ മയക്കത്തിലേക്ക് പോയി. അവൻ കണ്ണു തുറന്നു നോക്കിയതും വേദനയിൽ പുളയാൻ തുടങ്ങി. ദേഹം മുഴുവനും കൈകൊണ്ട് മാന്തിയ പാടുകളുണ്ടായിരുന്നു. അവന് സഹിക്കാൻ പറ്റിയില്ല. ഡോണയും അവളുടെ ഫ്രണ്ടും ഇതെല്ലാം കണ്ട് ആശ്ചര്യപ്പെട്ടു. അവർ രണ്ടുപേരും ഒരുപാട് പേടിച്ചിരുന്നു. ഡോണ അവളുടെ തലയിൽ കൈവച്ചവിടെ ഇരുന്നു. ഇത് അടുത്തുള്ളവർക്കും മനസ്സിലായി. അവരൊരു ഫാദർ ഹേഗനെ വിളിച്ചു വരുത്തി. അദ്ദേഹം ആ അനബെൽ പാവയെ റിസർച്ച് ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് തോന്നി ആ പാവയെ ബന്ധനസ്ഥയാക്കാൻ അദ്ദേഹത്തിന് തനിയെ കഴിയില്ല എന്ന്. അദ്ദേഹം വലിയ ഫാദർ കോയെ വിളിച്ചു വരുത്തി. അവർ ഹെഡൻ വോറൻ ലോറനെയും വിളിച്ചു വരുത്തി. ഇവർ 3 പേരും ചേർന്ന് ആ പാവയെ ബന്ധനസ്ഥയാക്കാനുള്ള ശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. യാഥാർത്ഥ്യത്തിൽ അതത്ര എളുപ്പമൊന്നുമല്ല. ഇതിനു മുൻപായി എഡൻ വോറൻ ലോറൻ ഇതുപോലെയൊരു പാവയെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അവരെല്ലാം വളരെയധികം പരിശ്രമിച്ചതിനു ശേഷം ആ പാവയുടെ യഥാർത്ഥ കഥ അറിയാൻ പറ്റി. അവർ കണ്ടെത്തി ആ പാവയുടെ ദേഹത്ത് ഒരു 7 വയസ്സുകാരിയുടെ ആത്മാവല്ല ഉള്ളത്. അതിനു പകരം ഒരു ഭയങ്കരമായ ആത്മാവാണ് അതിലുള്ളത്. അതൊരു ചെറിയ കുട്ടിയായി അഭിനയിക്കുകയായിരുന്നു. അതിൻ്റെ ഉദ്ദേശം എന്തെന്നാൽ ഡോണയുടെയും അവളുടെ ഫ്രണ്ടിൻ്റെയും ദേഹത്ത് കയറിക്കൂടുക എന്നതായിരുന്നു. ശരിക്കും അതിൻ്റെ ഉദ്ദേശം നടന്നിരുന്നാൽ അതൊരു വലിയ ദുരന്തത്തിന് വഴിയൊരുക്കുമായിരുന്നു. ഏഡൻ ലോറൻ എപ്പോൾ അവരോട് സത്യം പറഞ്ഞോ, അവരുടെ 2 പേരുടെയും തല കറങ്ങാൻ തുടങ്ങി. അവർ പേടിയിൽ വിറയ്ക്കാൻ തുടങ്ങി. സർ, എനിക്ക് ഒരുപാട് പേടിയാകുന്നു. പ്ലീസ് ഈ പാവയിൽ നിന്നും രക്ഷിക്കൂ. ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോളൂ. ഇത് കാരണം എപ്പോഴും ആർക്ക് വേണമെങ്കിലും ആപത്ത് വരാം.
നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല. ഈ പാവയെ എവിടെ നിന്നും കൊണ്ടുപോയി പെർമനൻ്റായി വേറെ എവിടെയെങ്കിലും വയ്ക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ശല്യവും ഉണ്ടാകില്ല. അതിനുശേഷം എഡൻ ലോറൻ ആ പാവയെ തന്റെ കാറിന്റെ ഡിക്കിയിൽ വെച്ച് വേഗം പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാർ കുറച്ചു ദൂരമേ പോയി കാണൂ. അതിനുള്ളിൽ കാറിന്റെ സ്റ്റിയറിംഗ് ലോക്കായി. ഡിക്കിയിൽ നിന്നും ഭയങ്കരമായ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കാർ അപ്പോൾ അവിടെ തന്നെ നിന്നു. എഡൻ ലോറൻ ഒരുപാട് ചിന്തിച്ചു. കയ്യിലുണ്ടായിരുന്ന ഹോളി വാട്ടർ എടുത്തുകൊണ്ടുപോയി അനബെല്ല ഡോളിന്റെ ദേഹത്ത് തളിച്ചു. പരിശുദ്ധ ജലത്തിന്റെ മഹിമയാൽ പാവ നിശബ്ദയായി. ശേഷം അദ്ദേഹം കാറുമെടുത്ത് തന്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന് മനസ്സിലായി ഈ പാവയെ നിശബ്ദയാക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അദ്ദേഹത്തിന്റെ വീട്ടിലും ആ പാവ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഓടിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ കാര്യങ്ങളിലെല്ലാം എക്സ്പേർട്ടായ ജെയ്സൺ ബ്രാഡ്ഫോർഡിനെ വിളിച്ചു. ജെയ്സൺ അദ്ദേഹത്തിന്റെ ശക്തിയെ പ്രയോജനപ്പെടുത്തി ആ പാവയെ കയ്യിൽ പൊക്കിയെടുത്തു. നീ സാധാരണമായ ഒരു പാവയല്ലേ, നിനക്കാരെയും ശല്യപ്പെടുത്താനേ കഴിയില്ല. അങ്ങനെ പറഞ്ഞ് ആ പാവയുമെടുത്ത് അദ്ദേഹം വീട്ടിലേക്ക് പോയി. ശേഷം ഒരു കോളും വന്നു. അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയതായി. അതിനുശേഷം ജെയ്സണും എഡൻ ലോറനും തീരുമാനമെടുത്ത് ആ അനബൽ പാവയെ ഒരു മരപ്പെട്ടിയിൽ അടച്ചുവെച്ചു. രണ്ടുപേരും ആ പെട്ടി ഒരു മ്യൂസിയത്തിലും വെച്ചു. ഇന്നും ആ മ്യൂസിയത്തിൽ ആ പെട്ടിക്കുള്ളിൽ ആ പാവ ഇരിക്കുന്നു. എഡൻ ലോറന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ആ അനബൽ ഡോളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അവൻ മോട്ടോർ സൈക്കിളിൽ അവന്റെ ഗേൾഫ്രണ്ടുമൊത്തു പോകുമ്പോൾ ഒരു ഭയങ്കരമായ ആക്സിഡന്റിൽ അവൻ മരിച്ചുപോയി. ശേഷം അനബലിന്റെ പേര് പറയാൻ തന്നെ പേടിയായി. ഇപ്പോൾ അനബൽ ആ മരപ്പെട്ടിയിൽ ആ മ്യൂസിയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ ആർക്കും അത് തുറന്നു നോക്കാനുള്ള ധൈര്യം പോലുമില്ല. ഇപ്പോഴും ജനങ്ങൾ ലോകത്തിലെ അപകടകാരിയായ പാവ അനബൽ ആണെന്നാണ് പറയുന്നത്. ഡ്രാക്കുള 1930-ലാണിത്. ജാക്ക് തന്റെ അനിയന്മാരായ കെവിൻ പിന്നെ ഹാരിയോടൊപ്പം ലീവായപ്പോൾ അവരുടെ മുത്തശ്ശിയുടെ ഗ്രാമമായ സിയാറ്റലിലേക്ക് വന്നു. 3 പേരും വീട്ടിലിരുന്നു കൊണ്ടിരുന്നപ്പോൾ ഹാരി വന്ന് അവരോട് പറഞ്ഞു, ശരി വാ ചേട്ടാ, വെളിയിൽ പോയി എവിടെങ്കിലും കറങ്ങിയിട്ട് വരാം. ദിസ് ആഫ്റ്റർനൂൺ ഈസ് സോ ബോറിംഗ്. അതെ ചേട്ടാ, നമുക്ക് പോകാം. ഇല്ല ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല. എൻ്റെ മനസ്സ് പറയുന്നില്ല. നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വരൂ. ജാക്ക് ചേട്ടാ, ജോലി ചേച്ചിയും വരുന്നുണ്ട്. വെളിയിൽ പോകുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ചേച്ചിയും വരുന്നെന്ന് പറഞ്ഞു. ശരി, ചേട്ടൻ വരുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വിട്ടുകളഞ്ഞേക്ക്. എന്താ, ജൂലിയും കൂടെ വരുന്നെന്നു? എന്നാ ശരി, ഞാനും വരാം. ഹാരി, കെവിൻ രണ്ടുപേരും തമ്മിൽ നോക്കി ചിരിച്ചു. 3 പേരും ജൂലിയെ കാണാനായി പോയി. ജൂലിയെ ചെറുപ്പകാലം മുതൽക്കേ ഇവർക്കറിയാമായിരുന്നു. ജാക്കും ജൂലിയും തമ്മിൽ സ്നേഹിച്ചുമിരുന്നു. ഹായ് ജൂലി, സുഖമാണോ? എനിക്ക് സുഖമാണ്, നിനക്കോ? അവരെല്ലാവരും തമ്മിൽ സംസാരിച്ച് ഗ്രാമം ചുറ്റി കണ്ടുകൊണ്ടിരുന്നു. അവർ കാടിനടുത്തായിട്ടുള്ള ഒരു ശ്മശാനത്തിലേക്ക് വന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ ജോയിയുടെ നോട്ടവും വളരെ പഴകിയ ഒരു വീടിന് നേരെ തിരിഞ്ഞു. ജൂലി, ഇന്ന് വൈകുന്നേരം നീ എന്നെ ഈ വീട്ടിൽ മീറ്റ് ചെയ്. ഇവിടെ ആരും തന്നെ കാണില്ല. ജൂലി ചിരിച്ചുകൊണ്ടേ ശരിയെന്നും പറഞ്ഞു. അടുത്ത ദിവസം വൈകിട്ട് അവർ രണ്ടുപേരും ആ വീട്ടിലേക്കും വന്നു. അവിടെ അവർ സമയവും ചെലവഴിച്ചു. ഇവിടെ നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ഫ്രീ ആയി സംസാരിക്കാം. നിനക്ക് ഈ വീടിനെ കുറിച്ച് അറിയാമോ? ഇതൊരു ഡ്രാക്കുളയുടെ വീടാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വവ്വാലുകളെ എല്ലാവർക്കും പേടിയായിരുന്നു. എവിടെ നോക്കിയാലും വവ്വാലുകൾ പറന്നുകൊണ്ടേയിരിക്കും. പിന്നെ അത് എല്ലാവരെയും മുറിവേൽപ്പിക്കുകയും ചെയ്യും. ഒരു ദിവസം രാത്രി വിക്ടർ എന്നയാൾ അയാളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ ഒരു കറുത്ത പൂച്ച വന്നു. ആ പൂച്ചയുടെ കണ്ണ് വളരെ ചുമപ്പായിരുന്നു. അത് കണ്ടവൻ പേടിച്ചു തന്നെ പോയി. എന്തു ഭയങ്കരമായൊരു പൂച്ച! കാണാൻ തന്നെ രാക്ഷസനെ പോലെയുണ്ടല്ലോ. അപ്പോൾ ആ പൂച്ച അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കാലിൽ മാന്തി. വവ്വാലുകളും പിന്നിൽ നിന്നും പറന്നു വന്ന് അവന്റെ കഴുത്തിൽ മുറിവേൽപ്പിച്ചു. വിക്ടർ വേദനയിൽ പുളയാൻ തുടങ്ങി. അവന്റെ പല്ലുകൾ വളരാൻ തുടങ്ങി.
പിന്നെ അവന്റെ നഖങ്ങളും വളരാൻ തുടങ്ങി. അയ്യോ, എനിക്ക് ഇതെന്താ ഇത് പറ്റിയത്? എനിക്ക് വേഗം വീട്ടിലേക്ക് പോയേ പറ്റൂ. വിക്ടർ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവന്റെ രൂപം പൂർണ്ണമായി മാറിയിരുന്നു. അവൻ ഒരു ഡ്രാക്കുളയായി മാറിയിരിക്കുന്നു. അപ്പോൾ അവന് രക്തദാഹം വന്നു. അവനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അവൻ അവന്റെ ഭാര്യയുടെ ചോര തന്നെ കുടിച്ചു. എന്നിട്ടും അവന്റെ രക്തദാഹം തീരാത്തതിനാൽ അവൻ അവന്റെ 3 കുട്ടികളുടെ ചോര തന്നെ കുടിച്ചു. അതിനുശേഷം ഗ്രാമത്തിൽ ഡ്രാക്കുളയോടുള്ള പേടി കൂടി. പിന്നെ എല്ലാവരും വീട്ടിൽ നിന്നും വെളിയിൽ വരാൻ തന്നെ പേടിച്ചിരുന്നു. ഒരു ദിവസം അവൻ അവന്റെ തന്നെ രക്തത്തിൽ മലയുടെ മുകളിൽ എഴുതി വെച്ചു, ഞാൻ 100 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തും. അങ്ങനെ പറഞ്ഞ് അവൻ അവന്റെ വീട്ടിൽ തന്നെ മാഞ്ഞുപോയി. ആഹാ, എന്ത് നല്ല സൂപ്പർ സ്റ്റോറി. മേ ബി ആയിരിക്കാം. ആർക്കറിയാം കള്ളമാണോ സത്യമാണോ എന്ന്. എന്നാൽ എല്ലാവരും പറയുന്നു 100 വർഷം കഴിഞ്ഞു അവൻ എപ്പോൾ വേണമെങ്കിലും വന്നേക്കാമെന്ന്. ശരി ജൂലി, നമ്മൾ പ്രേതത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. നാളെ നമുക്ക് മീറ്റ് ചെയ്യാം. നാളെ ഇതേ സമയം പോകാം, വാ. അന്ന് രാത്രി പിന്നെയും വവ്വാലുകളെല്ലാം പറക്കാൻ തുടങ്ങി. എല്ലാ വശത്തും ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. പിന്നെ ആ വീട്ടിലുള്ള ഡ്രാക്കുളയുടെ കണ്ണും തുറന്നു. അടുത്ത ദിവസം രാത്രി ജാക്ക് ജൂലിയെ കാണാനായി പോകുമ്പോൾ ഹാരി വന്നവിടെ അവനെ തടഞ്ഞു. ചേട്ടാ, നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഇരിക്കുകയേയില്ല. എപ്പോ നോക്കിയാലും ജൂലിയോടൊപ്പമാ. ഇന്ന് നീ എങ്ങും പോകണ്ട, ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ ഇരിക്കേ. അതൊക്കെ എൻ്റെ ഇഷ്ടമാ. എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്, മനസ്സിലായോ? ശരി, പോ. നീ തിരിച്ചു വരികയേ വേണ്ട, അവിടെ തന്നെ ഇരുന്നു. ഞങ്ങളുടെ ഒപ്പം ഇരിക്കുകയേ വേണ്ട. ജാക്ക് ജൂലിക്ക് വേണ്ടി അതേ വീട്ടിൽ തന്നെ കാത്തിരുന്നു. ഇന്ന് ജൂലി വരാൻ ഒരുപാട് സമയമാവുന്നല്ലോ. എന്തു പറ്റി കാണും? അപ്പോൾ അവന്റെ നോട്ടം അവിടെയുള്ള കതകിൽ വീണു. അവിടെ ചോരയൊലിച്ചുകൊണ്ടിരുന്നു. അതുകണ്ട് ജാക്ക് പേടിച്ചു. പെട്ടെന്ന് ആ വീടിന് മുകളിൽ വവ്വാലുകൾ പറക്കാൻ തുടങ്ങി. ഈ ഡോർ അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. എന്നാൽ ഈ ചോര ആരുടെ ചോരയായിരിക്കും? അതിനുശേഷം ജാക്ക് പതുക്കെ അവിടെയുള്ള ബേസ്മെന്റിലേക്ക് വന്നു. അവൻ അവിടെയും ഇവിടെയുമായി നോക്കി. അപ്പോൾ അവിടെ ഒരു കണ്ണ് ജ്വലിക്കുന്നത് അവൻ കണ്ടു. അവൻ ആ കണ്ണുകൾ ശ്രദ്ധിച്ചു നോക്കി. അതൊരു പൂച്ചയായിരുന്നു. ഉടനെ ജാക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ ജൂലിയുടെ ശവം തൂങ്ങിക്കിടക്കുന്നു. ദേഹത്ത് നിന്നും ചോര ഒലിച്ചുകൊണ്ടിരുന്നു. ജൂലി, നിനക്ക് എന്തു പറ്റി? ജാക്ക് ജൂലി മരിച്ചു കിടക്കുന്നത് കണ്ട് ഒരുപാട് പേടിച്ചു. അപ്പോൾ അവന് പിന്നിൽ ആരോ നടന്നു വരുന്നത് പോലെ തോന്നി. അവൻ പേടിയോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ പിന്നിൽ ഭയങ്കരമായ ഡ്രാക്കുള നിൽക്കുന്നു. ഉടനെ ജാക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ടോടാൻ നോക്കി. എന്നാൽ ആ ഡ്രാക്കുള പറന്നു വന്ന് അവന്റെ കഴുത്തിൽ പിടിച്ച് അവന്റെ ചോര മുഴുവൻ ഊറ്റിക്കുടിച്ചു. ഉടനെ ജാക്ക് മരിച്ചുപോയി. ജാക്കിന്റെ അമ്മ അവനെ ഓർത്ത് വിഷമത്തിലിരുന്നു. ജാക്കിനെ കുറിച്ചവർ ആലോചിച്ചുകൊണ്ടിരുന്നു. ഹാരി, ജാക്ക് എവിടെ പോയി? അവൻ നിന്റെ ചേട്ടനല്ലേ? എവിടെയെന്നറിയില്ലേ? എത്രത്തോളം ലേറ്റായി? മമ്മി, ചേട്ടൻ എപ്പോ നോക്കിയാലും ആ ജൂലിയെ കാണാൻ പോയിക്കൊണ്ടിരിക്കും. ചേട്ടൻ ജൂലിയോടൊപ്പം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഗ്രാമത്തിൽ വേഗത്തിൽ കാറ്റ് വീശാൻ തുടങ്ങി. എല്ലാ വശങ്ങളിലും വവ്വാലുകൾ പറന്നുകൊണ്ടേയിരുന്നു. ജാക്കിന്റെ മുത്തശ്ശി ഇതെല്ലാം കണ്ട് പേടിച്ചുപോയി. എനിക്ക് തോന്നുന്നു ആ ഡ്രാക്കുള തിരിച്ചു വന്നെന്ന്. അവൻ പറഞ്ഞു. അതേപോലെ വന്നു. അവൻ വന്നു. അവൻ ആരെയും വിട്ടുവെക്കില്ല. എല്ലാവരുടെയും ചോര അവൻ കുടിക്കും. എന്താ അമ്മ എന്തായി പറയുന്നേ? ഇതുവരെ 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോ ജാക്കിന്റെ അമ്മ പെട്ടെന്ന് നിശബ്ദയായി. അവർ അപ്പോൾ കലണ്ടറിലേക്ക് നോക്കി. വിക്ടർ പറഞ്ഞിട്ട് പോയിട്ട് 100 വർഷങ്ങളായിരിക്കുന്നു. അമ്മേ, ജാക്ക് എവിടെ പോയി? വീട്ടിൽ വന്നിട്ടില്ല.
ഞാനാ പറഞ്ഞത് നീ വീട്ടിലേക്ക് തിരിച്ച് വരണ്ട എന്ന്. ഞാൻ വളരെ മോശമായ ഒരു അനിയനാ. അവരാ കാടിന് നടുക്കുള്ള ആ വീട്ടിലാണ് മീറ്റ് ചെയ്യുന്നത്. എന്താ? ആ വീട് വിക്ടറിൻ്റെതാണ്. എല്ലാവരും ഒരുപാട് പേടിച്ചു. ഗ്രാമത്തിൽ ഡ്രാക്കുളയുടെ വിളയാട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഹാരിക്ക് തോന്നി അവന്റെ ചേട്ടൻ അവൻ കാരണമാണ് വീട്ടിലേക്ക് വരാത്തതെന്ന്. അതിനുശേഷം അവൻ അവന്റെ ചേട്ടനെ അന്വേഷിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോയി. ജാക്ക് ചേട്ടാ, ഞാൻ പറഞ്ഞത് തെറ്റാ. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യരുത്. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഒരു വവ്വാലിന്റെ കണ്ണിൽ നിന്നും വെളിച്ചം വന്നു. ആ വെളിച്ചത്തിൽ ഹാരിയുടെ രൂപം ഡ്രാക്കുളയുടെ കണ്ണിന് കാണാൻ പറ്റി. ഡ്രാക്കുള ഹാരിയെ കണ്ടതും അവന്റെ ചോരയും കുടിക്കാനുള്ള തീരുമാനമെടുത്തു. അവൻ എല്ലാ വവ്വാലുകളെയും അവന്റെ വശത്താക്കി. അതിനുശേഷം എല്ലാ വവ്വാലുകളും ഹാരിയെ നോക്കിപ്പോയി. ഹാരി അവിടുന്ന് രക്ഷപ്പെടാനായി ഓടി. അവൻ ആ വീട്ടിലും കയറി. പിന്നെ ഓടി ആ വീടിന്റെ ബേസ്മെന്റിലേക്ക് പോയി. അവിടെ ഏത് വശങ്ങളിൽ നോക്കിയാലും ചോരയൊഴുകുന്നുണ്ടായിരുന്നു. അവന്റെ പേടിയും കൂടി വന്നു. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവന് ജൂലിയുടെയും ജാക്കിന്റെയും ശവം കാണാൻ പറ്റി. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. അപ്പോൾ അവന്റെ മുൻപിൽ ഡ്രാക്കുള വന്നു നിന്നു. അത് കണ്ടവൻ മുഴുവനായി പേടിച്ചു. ഡ്രാക്കുള ഹാരിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ജെനി ജാക്കിനെയും ഹാരിയെയും അന്വേഷിച്ച് അവിടേക്ക് വന്നു. പെട്ടെന്ന് ജെനി ഒരു ക്രോസ് എടുത്ത് ഡ്രാക്കുളയുടെ മേലിട്ടു. ഡ്രാക്കുള വേദനയിൽ പിടയാൻ തുടങ്ങി. ഡ്രാക്കുള പിടഞ്ഞു മരിക്കുന്നതിനു മുൻപായി ഹാരിയുടെ കഴുത്തിലും കടിച്ചു. ജെനി ഹാരിയെ മോചിപ്പിച്ചു. അതിനുശേഷം ഡ്രാക്കുള പല വവ്വാലുകളായി മാറി അവിടെ നിന്നും പറന്നുപോയി. ഹാരി, നിനക്ക് കുഴപ്പമില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ല അമ്മേ. പക്ഷേ അവിടെ ജാക്കും ജൂലിയും. ജാക്കും ജെനിയും രണ്ടുപേരും കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത ദിവസം ഹാരി ബെഡിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എന്തോ വ്യത്യസ്തമായി തോന്നി. പിന്നെ പെട്ടെന്ന് അവൻ കണ്ണു തുറന്നതും അവൻ മുഖം കണ്ണാടിയിൽ നോക്കി. അപ്പോൾ അവന്റെ പല്ലുകൾ വളർന്നിരുന്നു. അപ്പോൾ അവന്റെ അനിയൻ ഹാരി ആ മുറിയിലേക്ക് വന്നു. അവനെ കണ്ടതും ഹാരിക്ക് അവന്റെ ചോര കുടിക്കണമെന്ന് തോന്നി. പെട്ടെന്ന് അവൻ അവനെ പിടികൂടി അവന്റെ ചോരയും കുടിച്ചു. അതിനുശേഷം അവൻ ജനൽ ചാടി വീണ്ടും അതേ വീട്ടിലേക്ക് തന്നെ പോയി. അന്നു മുതൽ ആ ഗ്രാമത്തിൽ ഒരു പുതിയ ഡ്രാക്കുളയുടെ വിളയാട്ടം ആരംഭിച്ചു. പ്രേത തേനീച്ചകൾ. രാമേശ്വരം എന്ന ഗ്രാമത്ത് മനീഷ അവളുടെ കുടുംബത്തിനൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നു. മനീഷ പഠിപ്പിലും കളിയിലും ഭയങ്കര മിടുക്കിയായിരുന്നു. അതുകൊണ്ട് അവൾ സ്കൂളിലും ഗ്രാമത്തിലും എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയിക്കും. ഒരു ദിവസം മനീഷ മത്സരങ്ങളിൽ പങ്കെടുക്കാനായി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതുപോലെ എല്ലാ കളികളും ജയിച്ച് എല്ലാരെയും തോൽപ്പിച്ച് സിറ്റിക്ക് പോയി അവിടെയും ജയിച്ച് നാടിന് അഭിമാനമാകും. എനിക്ക് നിന്നെ കാണുമ്പോൾ അഭിമാനം തോന്നുന്നു. ഉറപ്പായി നീ ഒരു ദിവസം നന്നായി നേടും. മനീഷയും അവളുടെ സാറും ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഒരു കാട്ടുവഴിയിലൂടെ നടന്നു പോകുമ്പോൾ മനീഷ പെട്ടെന്ന് തല കറങ്ങി വീണു. അപ്പോഴേക്കും അവിടെ ചില തേനീച്ചകൾ വന്ന് അത് കണ്ടതും അവളുടെ സാർ അതിനെ ഓടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനീഷയെ എഴുന്നേൽപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. മനീഷേ, എഴുന്നേൽക്കൂ. എന്തു പറ്റി മനീഷ? കുറച്ചുനേരം അതിന് ശ്രമിച്ചുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പാതി വഴിയിൽ മനീഷ കണ്ണു തുറന്നു നോക്കി. പക്ഷെ എഴുന്നേറ്റതും അവളുടെ കൈകൊണ്ട് തന്നെ അവളുടെ സാറിനെ കൊന്നു. ഞാൻ വീണ്ടും വന്നു. എല്ലാരെയും പക തീർക്കാൻ പോവാ. സ്വാതന്ത്ര്യം കിട്ടി. അത് കഴിഞ്ഞ് ആ തേനീച്ച പ്രേതം മനീഷയുടെ കൂടെ തന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതും മനീഷ അവളുടെ കുടുംബത്തിനൊപ്പം സന്തോഷത്തോടെയായിരുന്നു. രാത്രിയായതും ആ പ്രേതം അവളുടെ ദേഹത്ത് കയറി. പെട്ടെന്ന് മനീഷ വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങി. അവളുടെ ബഹളം കേട്ട് അവളുടെ അച്ഛനമ്മ അകത്തേക്ക് വന്നു നോക്കി.
അയ്യോ മനീഷ, നീ രാത്രിയിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? മോളെ താഴേക്ക് വാ. ഈ റൂമിൽ എങ്ങനെയാ തേനീച്ച വന്നത്? അതിനെല്ലാം ഓടിക്കേ. ആരും അതിനെ തുടരുത്, അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടാകില്ല. മനീഷയുടെ പ്രവൃത്തികളും അവളുടെ ഭയങ്കരമായ ശബ്ദവും കേട്ട് അവളുടെ അച്ഛനമ്മയെ ഒരുപാട് പേടിച്ചു. ഉടനെ മനീഷ ചുമരിൽ നിന്ന് ഇറങ്ങി വന്ന് അവളുടെ അച്ഛനമ്മയുടെ മുന്നിൽ നിന്നു. നീങ്ങി നിൽക്കല്ലെങ്കിൽ അതിനെ ഓടിപ്പിക്കുന്നവരുടെ കയ്യെ ഞാൻ വെട്ടി നിങ്ങൾക്ക് തന്നെ തരും. അങ്ങനെ പറഞ്ഞ ആ പ്രേതവും കൂടെയുണ്ടായിരുന്ന തേനീച്ചകളും വീടിന് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ആ പ്രേതം മനീഷയുടെ ദേഹത്ത് നിന്ന് പുറത്തേക്ക് വന്ന് മനീഷയുടെ നാട്ടിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ മനീഷയുടെ ബാല്യകാല സുഹൃത്ത് ബിർജു അവളുടെ അടുത്തേക്ക് വന്നു. പിന്നെ മനു, നിന്റെ മത്സരമൊക്കെ എങ്ങനെ പോകുന്നു? ഉറപ്പായും നീയായിരിക്കും ജയിച്ചത്, അതെനിക്കറിയാം. എന്നാലും നീ പറ. ഇപ്പൊ ഞാൻ ജയിച്ചോ ഇല്ലേ എന്നതാണോ പ്രധാനം? പെട്ടെന്ന് ഈ തേനീച്ച ഇവിടെ എങ്ങനെ വന്നു? ഇതിന് നടുക്ക് നീ സാധാരണമായി എങ്ങനെ നിൽക്കുന്നു? ഇവിടെ നിന്നും ഓടിപ്പോ. എന്തെന്നാൽ ഇതൊക്കെ എന്റേതാ. നിനക്കിവിടെ ഇരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിന്നെ നിശബ്ദമായ ഒരു സ്ഥലത്തേക്ക് അയക്കട്ടെ. ബിർജു അവൾ എന്തു പറഞ്ഞെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപേ ആ പ്രേതം അവന്റെ തല വെട്ടി മാംസം തിന്നാൻ ആരംഭിച്ചു. മനീഷയുടെ ദേഹത്തുണ്ടായിരുന്ന പ്രേതം മെല്ലെ മെല്ലെ ആ ഗ്രാമത്തിലുണ്ടായിരുന്നവരെ പേടിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ ഗ്രാമത്തിലെ ജനങ്ങൾ പുറത്തേക്ക് വരാൻ തന്നെ പേടിച്ചു. ആ ഗ്രാമം പിന്നെ അവരുടെ മകളുടെ നല്ലതിനായി മനീഷയുടെ അച്ഛനമ്മ അവളെ ഗുണപ്പെടുത്താൻ എന്തൊക്കെ ശ്രമങ്ങൾ എടുക്കണമോ അതെല്ലാം ചെയ്തു. പക്ഷേ അവർ എത്ര ശ്രമിച്ചിട്ടും മനീഷയെ മാറ്റാനേ കഴിഞ്ഞില്ല. മനീഷ ഇടയ്ക്കിടെ ഓരോരുത്തരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനാണെന്നേ അറിയില്ല. ഇപ്പോൾ അവൾ ഗ്രാമത്തിലെ ഒരു വലിയ പ്രശ്നമായി മാറി. തലവോ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അളവിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും ഒന്നും തന്നെ മനസ്സിലാകുന്നതേയില്ല. എനിക്കറിയത്തില്ല എവിടുന്ന ഈ പ്രേതം വന്ന് എൻ്റെ മോളുടെ മേത്ത് കയറിയെന്ന്. നശിച്ചു പോകും ആ പ്രേതം. അതിന് നരകത്തിൽ പോലും സ്ഥാനം കിട്ടില്ല. ഞാൻ കേട്ടിട്ടുള്ളത് നഗരത്തിൽ താമസിക്കുന്ന ചിലർ എങ്ങനെയായിരിക്കുമെന്നാൽ അവർ പ്രേതങ്ങളെയൊക്കെ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ഒന്ന് വിളിക്കൂ, ചിലപ്പോൾ പരിഹാരം കിട്ടും. പ്രമാണി പറഞ്ഞ അഭിപ്രായം കേട്ട് മനീഷയുടെ അച്ഛനും അമ്മയും സിറ്റിയിൽ പ്രധാനപ്പെട്ട പാരാനോർമലിസ്റ്റ് വരുണിനെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. വരുൺ ഗ്രാമത്തിലേക്ക് വന്ന് ഗ്രാമമൊക്കെ ചുറ്റിക്കണ്ട് അവസാനം മനീഷയുടെ അച്ഛനമ്മയെടുത്ത് ചെന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അവളുടെ അടുത്തായി തേനീച്ചകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഞങ്ങൾ ആ തേനീച്ചകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് അപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഈ പ്രേതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു വർഷത്തിന് മുൻപ് ഇതാ ഈ അടുത്തായിട്ടുള്ള കാട്ടിൽ ചില കള്ളന്മാർ തനിച്ചു വന്നിരുന്നൊരു പെൺകുട്ടിയുടെ കാശെല്ലാം വാങ്ങി തേനീച്ചക്കൂട്ടുള്ളൊരു ഗുഹയിൽ അവളെ കൊല്ലാനായി അവർ കയറ്റിവിട്ടു. അങ്ങനെ കയറ്റിവിട്ടതും തേനീച്ചകൾ കുത്തി അവൾ മരിച്ചുപോയി. ദിവസങ്ങൾക്ക് ശേഷം തേനീച്ചകളായി മരിച്ച അവളെ ശവം കിട്ടി. അതിനുശേഷമാണ് ഈ കാടിൻ്റെ അടുത്തായുള്ള എല്ലാ ഗ്രാമത്തിലും ഈ പ്രേതശല്യം തുടങ്ങിയത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ അതിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷിക്കാൻ പറ്റും സാർ? വിഷമിക്കണ്ട, ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം. മനീഷയുടെ അച്ഛനമ്മ മനീഷയെക്കുറിച്ചെല്ലാം പറഞ്ഞ് വരുണിനെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മനീഷ ഉറങ്ങുകയായിരുന്നു. അപ്പോ മനീഷയുടെ അടുത്ത് തേനീച്ചകളില്ലാത്തത് കണ്ട് വരുൺ വീട്ടിലെ ജനാലകളെല്ലാം അടച്ച് എന്തോ മന്ത്രം ചൊല്ലി മനീഷയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മനീഷേ, മനീഷേ, എഴുന്നേൽക്കൂ. ഇവിടെ നോക്ക്, ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിക്കാൻ പോകുക. മനീഷ എഴുന്നേറ്റതും ജനാലകൾക്കടുത്ത് തേനീച്ചകൾ വരുന്നത് കണ്ട് വരുൺ വല്ലാതെ പേടിച്ചുപോയി. ഇവളെ ആ പ്രേതം ആക്രമിക്കാൻ വേണ്ടി നന്നായി ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ആ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഇവൾ തേനീച്ച പ്രേതമായി മാറും. ഞാൻ ഈ വാതിലും ജനലും മുൻപേ അടച്ചത് നന്നായി പോയി. മനീഷേ, ആ തേനീച്ചകൾ നിന്നെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ നീ ശ്രദ്ധിക്കാൻ പോകണ്ട. നിങ്ങളാരാ എൻ്റെ വീട്ടിലേക്ക് വന്ന് എന്നെ അത് ചെയ്യലേ ഇത് ചെയ്യലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അപ്പോൾ വരുൺ മനീഷയോടെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അവിടെയുണ്ടായിരുന്ന പ്രേത തേനീച്ചകൾ വേറെ വഴിയിലൂടെ വീടിനുള്ളിലേക്ക് വന്നു. അതിൻ്റെ ഒപ്പം തന്നെ പ്രേതവും അകത്ത് വന്ന് ഉടനെ മനീഷയുടെ ദേഹത്ത് കയറി. അങ്ങനെ കയറിയതും മനീഷ ഉടനെ വരുണിനെ തള്ളിയിട്ടു. എന്നെ ഓടിപ്പിക്കാൻ നിനക്ക് എത്ര ധൈര്യമാണടാ? നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിന്റെ കഥയൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ പെൺകുട്ടി എന്തിന്? ഇവളെ വിട്ടേക്കൂ. ആരെയും വിടില്ല. ഇവളും ജീവനോടെ ഉണ്ടാകില്ല, നീയും ഉണ്ടാകില്ല. ആ പ്രേതം വരുണിനെ പൊന്തിച്ച് ദൂരേക്ക് എറിഞ്ഞു. വരുൺ വേഗം പോയി ചുമരിലിടിച്ച് താഴേക്ക് വീണു. എന്നെ നീ എന്ത് വേണമെന്ന് ചെയ്യും. ഈ പെൺകുട്ടിയും ഈ ഗ്രാമത്തെയും വിട്ടേക്കൂ.
ഇവർ നിന്നോട് എന്ത് ചെയ്തു? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ കൊന്നേ? ഞാൻ മരിച്ചു. ഇപ്പോ എല്ലാവരും മരിക്കണം. ഞാൻ എല്ലാവരെയും കൊല്ലും. വരുണിന് മനസ്സിലായി ഇവൾ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ലെന്ന്. അതുകൊണ്ട് അവൻ മുൻപേ ആലോചിച്ചു വെച്ച സെക്കൻഡ് പ്ലാൻ പ്രകാരം ആ പ്രേതത്തിനോട് സംസാരിച്ചുകൊണ്ടേ ആ പ്രേതത്തിനറിയാത്ത പോലെ ആ തേനീച്ചകളെ കുപ്പിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പ്രേതം ഇതെങ്ങനെയോ മനസ്സിലാക്കി. ഈ മനുഷ്യരെല്ലാവരും എപ്പോഴും പറ്റിക്കുന്നവരാണ്. അവരെന്നെ പറ്റിച്ചു കൊന്നു. നീയിപ്പോ പറ്റിച്ച് തേനീച്ചകളെ പിടിക്കുന്നു. ഒരു സാധാരണ മനുഷ്യനായ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ച നിന്നെ ഇപ്പൊ തന്നെ കൊല്ലാൻ കഴിയും. അത് കഴിഞ്ഞ് ആ പ്രേതം അതിന്റെ ശക്തി കൊണ്ട് വരുണിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ വരുൺ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ ശ്രമിച്ചുകൊണ്ട് ആ ബാഗിനടുത്ത് വന്ന് ആ ബാഗിലുണ്ടായിരുന്ന നീം സ്പ്രേ എടുത്ത് ആ തേനീച്ചകളുടെ മേത്തടിച്ചു. ആ തേനീച്ചകളും മയങ്ങാൻ തുടങ്ങി. അപ്പോൾ ആ പ്രേതത്തിന്റെ ശക്തിയും കുറഞ്ഞു. ഇതാണ് ശരിയായ സമയമെന്ന് വിചാരിച്ച് വരുൺ ഉടനെ ആ തേനീച്ചകളെ ഒരു കുപ്പിയിലാക്കി. അത് കഴിഞ്ഞ് ആ പ്രേതവും മനീഷയുടെ ദേഹം വിട്ട് ആ കുപ്പിക്കുള്ളിലായി. അത് കഴിഞ്ഞ് വരുൺ മനീഷയെ അവരുടെ അച്ഛനമ്മയുടെ അടുത്താക്കി ആ പ്രേതത്തിനെ എടുത്തുകൊണ്ട് ഗ്രാമം വിട്ട് പുറത്തേക്ക് പോയി. സ്ലെൻഡർ മാൻ 1996 കഥയാണിത്. 4 നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. ഊട്ടക്, റോസി, ജോസഫ്, പിന്നെ മേരി. 4 പേരും കോളേജിൽ ഒന്നിച്ചു പഠിച്ചിരുന്നു. 4 പേരുടെയും കോളേജ് ജീവിതം വളരെ സന്തോഷത്തിലായിരുന്നു. 4 പേരും എപ്പോഴും ഒരുമിച്ച് സന്തോഷത്തോടെയാണ് കഴിച്ചിരുന്നതും. 4 പേർക്കും ഒരിക്കലും അഞ്ചാമതൊരാളുടെ ആവശ്യം വന്നിട്ടില്ല. നിനക്ക് നിന്റെ ജീവിതത്തിൽ ആരെയും കിട്ടാൻ പോകുന്നില്ല. കുഴപ്പമില്ലാന്നേ, ഞാൻ നിന്നെ തന്നെ അങ്ങ് കല്യാണം കഴിച്ചോളാം. ഗോഡ്, ഐ കാൻറ്റ് ബിലീവ് മേരി, നിനക്ക് കഴുതയെ പോലൊരു പേരിനെ കിട്ടുമെന്ന്. കോളേജിൽ വിന്റർ വെക്കേഷൻ അനൗൺസ് ചെയ്തു. 4 ഫ്രണ്ട്സും കാടിനുള്ളിൽ ഉല്ലാസയാത്ര പോകാനും തീരുമാനിച്ചു. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഓപ്പൺ ജീപ്പ് അങ്ങ് എടുത്തോണ്ട് വരാം. നമുക്കതിൽ എൻജോയ് ചെയ്യാം. അയ്യോ, ഞാൻ ഏത് ഡ്രസ് ഇടണമെന്ന് ആലോചിക്കുക. എടാ, നീ ഇവളോടൊന്ന് പറ, അവിടെ പോകുമ്പോൾ നല്ല ഡ്രസ്സൊന്നും ഇടണ്ടാന്ന്. നമ്മൾ പോകുന്നത് ഒരു കാടിനുള്ളിലേക്കാ, അല്ലാതെ ക്ലബിനുള്ളിലേക്കല്ല. അതൊന്നും എനിക്കറിയില്ല. നീ വലിയൊരു ക്യാമറ കൊണ്ടുവാ. എന്റെ ഒരുപാട് ഫോട്ടോ എടുത്തു തരണം. പറഞ്ഞത് കേട്ടോ? ഒരു ഓപ്പൺ ജീപ്പും എടുത്തുകൊണ്ട് അവർ 4 പേരും അടുത്തുള്ള കാട് ചുറ്റിക്കാണാനായി പോയി. എടാ, ഇവിടെ നോക്കടാ, ഈ സ്ഥലം എന്ത് മനോഹരമാ. ജോസഫ്, നീ വണ്ടി ഒന്ന് നിർത്തിക്കേ. നമുക്കിവിടെ ഒന്ന് കറങ്ങിയിട്ട് പോകാം. ശരി. 4 പേരും കാട് ചുറ്റിക്കാണാനായി പോയപ്പോൾ ആ കാട് കുറച്ചായി ആഴത്തിൽ തിങ്ങി നിറഞ്ഞ കാടായി മാറി. എടാ, ഈ കാടെന്ത് ഭംഗിയാ. എന്താ നോക്കുന്നേ? ക്യാമറ എടുക്ക്. ആദ്യം എന്റെ കുറെ ഫോട്ടോസ് എടുക്ക്. അങ്ങനെയോ? എനിക്ക് വേറെ ജോലിയില്ലേ? നിന്റെ ഫോട്ടോ മാത്രം എടുത്താൽ മതിയോ? പിന്നെ 4 പേരും കാട് സന്തോഷത്തോടെ ചുറ്റിക്കണ്ടു. അപ്പോൾ റോസി നോട്ടീസ് ചെയ്തു മേരി പുറകിൽ അകപ്പെട്ടുവെന്ന്. കണ്ണെത്തുന്ന ദൂരം വരെ അവളെ കാണാനില്ല. എടാ ഓട്ടക്, മേരി എവിടെ പോയി? നിന്റെ കൂടെയാണല്ലോ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. അയ്യോ അതെ, അവളെവിടെ പോയി? എന്റെ കൂടെ എന്റെ പിന്നാലെ ഉണ്ടായിരുന്നല്ലോ. അവളുടെ എത്ര ഫോട്ടോ ഞാൻ എടുത്തെന്നറിയാമോ? അതെയോ? ക്യാമറ കാണിച്ചേ. റോസി ശ്രദ്ധിച്ച് ആ ഫോട്ടോകളെല്ലാം നോക്കി. മേരി എടുത്ത ഫോട്ടോസിലെല്ലാം വളരെ സുന്ദരിയായി കാണപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് അവളുടെ ഫോട്ടോസിൽ ഒരു ഉയരമുള്ള ആളിനെ കാണാൻ സാധിച്ചു. അവൻ ഇട്ടിരുന്നത് കറുത്ത കളർ പാൻസ് ആണ്. അവന് മുഖമേ ഇല്ല. അവൻ പതുക്കെ പതുക്കെ മേരിയുടെ അടുത്തേക്കും വന്നുകൊണ്ടിരുന്നു. റോസി അലറാൻ തുടങ്ങി. ഊട്ടക്, ജോസഫ്, വന്നീ ഫോട്ടോസ് ഒക്കെ നോക്കിക്കേ. അവർ 3 പേരും ആ ഫോട്ടോസ് ശ്രദ്ധിച്ചു നോക്കി. അവർ ഒരുപാട് അത്ഭുതപ്പെട്ടു. അവൻ കറുത്ത കളറിലെ ഷൂ ഇട്ടിരുന്നു. അവന്റെ കൈകൾ സ്പൈഡറിന്റെ കൈകൾ പോലെയുണ്ടായിരുന്നു. അവൻ പതുക്കെ മേരിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ മേരി പെട്ടെന്ന് കുറച്ചു നേരത്തിനുള്ളിൽ മാഞ്ഞുപോയി. ഓ മൈ ഗോഡ്, എന്താ ഇവിടെ നടക്കുന്നേ? മേരി എവിടെ? അയ്യോ, ചിന്തിച്ചു നോക്കാനൊന്നും സമയമില്ല. നമുക്ക് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും ഓടിപ്പോകാം. അപ്പോൾ മേരി, ഞാൻ പറയുന്നത് കേക്ക്, നമുക്ക് ഇവിടുന്ന് ഓടാം. മേരിയെ പിന്നെ അന്വേഷിക്കാം. അവർ 3 പേരും അവിടെ നിന്ന് വേഗത്തിൽ ഓടാൻ തുടങ്ങി. അപ്പോൾ വഴിയിൽ മേരിയെ കണ്ടു. അവളുടെ കണ്ണു മുഴുവൻ ചുമപ്പായി മാറിയിരുന്നു. അതുപോലെ അവളുടെ ദേഹത്തു നിന്നും വള്ളികളും തൂങ്ങിക്കിടന്നിരുന്നു. അവൾ വളരെ ശബ്ദത്തിൽ ചിരിക്കാനും തുടങ്ങി. എന്നെ തനിച്ചാക്കി ഓടാൻ നോക്കുന്നു. മേരി അവളുടെ വായ തുറന്നതും
അവളുടെ വായിൽ നിന്നും കറുപ്പായി എന്തോ വന്നുകൊണ്ടിരുന്നു. ആ കറുകറുത്ത നിറത്തിലുള്ള ദ്രവം കുറച്ചു നേരത്തിനുള്ളിൽ ഒരു നീളമുള്ള മനുഷ്യനായി പൊങ്ങി വന്നു. അപ്പോൾ അവിടെ ഒരു ഭയങ്കരമായ രൂപം കാണാൻ പറ്റി. അതിന്റെ മുഖം വളരെ വലുതായി മുഴുവൻ വെള്ളയായി കാണാൻ പറ്റി. അതിന്റെ ദേഹത്തെ വള്ളികൾ പറക്കാൻ തുടങ്ങി. അതിന്റെ മുഖത്ത് കണ്ണ്, മൂക്ക്, വായ ഇതൊന്നുമില്ല. മുഴുവൻ ബ്ലാങ്ക് ആയിരുന്നു. എല്ലാവരും പേടിച്ച് പിന്നിലേക്ക് നടന്നു. ഇത്തവണ അയാൾ ജോസഫിന് നേരെ നടന്നു വന്നു. ഉടനെ അവന്റെ കണ്ണും ചുമപ്പായി മാറി. ജോസഫ്, വാ, നമുക്ക് ഇവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ അത് നമ്മളെയും പിടിക്കും. റോസി ഓടിക്കൊണ്ടേ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ജോസഫ് പിന്നെ മേരി ആ നീളമുള്ള മനുഷ്യന്റെ കൂടെ ദൂരേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നു. God will never forgive me. രണ്ടുപേരും അവിടെ നിന്ന് വളരെ വേഗത്തിലോടി. അവർ രണ്ടും ജീപ്പിലിരുന്ന് പോലീസ് സ്റ്റേഷനിലേക്കും പോയി. അതിനുശേഷം അവർ പോലീസിനോട് നടന്നതെല്ലാം പറഞ്ഞു. ശരി, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സാധാരണപ്പെട്ട ആത്മാവല്ല, അത് സെലണ്ടർമാനാണ്. ഇതിനെക്കുറിച്ച് ധാരാളം കംപ്ലൈൻസും വന്നിട്ടുണ്ട്. ഇതൊരു സൂപ്പർ നാച്ചുറൽ പവറാണ്. ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. സ്ലെൻഡർമാൻ? അതെ, സെലണ്ടർമാൻ. അത് എപ്പോഴും യങ്സ്റ്റേഴ്സിനെ മാത്രം കൊണ്ടുപോകും. അതിനെ കണ്ട് എല്ലാവരും പേടിക്കും. നിങ്ങൾ ആ കാട്ടിലേക്ക് പോകരുതായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ കോളേജിലും പാരന്റ്സിനുമൊക്കെ ഇൻഫോം ചെയ്തേ പറ്റൂ. രണ്ടുപേരും കോളേജിലേക്ക് തിരിച്ചെത്തി. റോസി മെന്റലി ഡിസ്റ്റർബുമായിരുന്നു. അവളുടെ മനസ്സിൽ നിന്നും സ്ലെൻഡർമാനോടുള്ള പേടി പോയതേയില്ല. ഓട്ടക്കും അവളെ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവൾ കുറച്ചുപോലും ശരിയായില്ല. ഉടനെ പ്രിൻസിപ്പൽ അവളുടെ പേരൻസിനെ വിളിച്ചു വരുത്തി. ലിസൺ, താങ്കളുടെ മകൾക്ക് എന്തോ മനഭ്രാന്തി വന്നിട്ടുണ്ട്. ആ പെൺകുട്ടി ഏതെങ്കിലും ചർച്ചിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഭ്രാന്തിയായി മാറും. ഓക്കെ സാർ. റോസിയുടെ പേരൻസ് അവളെ ഒരു ചർച്ചിലേക്ക് കൊണ്ടുപോയി. ആ ഫാദർ അവളുടെ തലയിൽ കൈവച്ചു പറഞ്ഞു, എന്തു പറ്റി എന്റെ മോക്ക്? അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ കുറച്ച് മനഭ്രാന്തി ഏറ്റിട്ടുണ്ട്. ഇവൾ അവിടെ സ്ലെൻഡർമാനെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവളെ ഭേദമാക്കാൻ പാടാണ്. ആ സ്ലെൻഡർമാൻ, അവൻ ആരാ? സ്ലെൻഡർമാൻ ആരെന്നാൽ അവൻ എപ്പോഴും യങ്സ്റ്റേഴ്സിനെ മാത്രമേ കൊണ്ടുപോകൂ. പല വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണിത്. സൈമൺ എന്നൊരു ചെറിയ പയ്യൻ അവന്റെ അച്ഛനും അമ്മയോടൊപ്പം ജീവിച്ചിരുന്നു. അവൻ മറ്റു കുട്ടികളെ പോലെയായിരുന്നില്ല. അവൻ മറ്റുള്ള കുട്ടികളുമായി കളിക്കുന്നത് ഉപേക്ഷിച്ച് കാട്ടിനുള്ളിലേക്ക് പോയി അവൻ തനിയെ കളിക്കുമായിരുന്നു. സൈമൺ, തനിച്ച് കാട്ടിലേക്ക് വന്നാൽ നീ മരിച്ചു പോകും. എത്ര തവണ പറയണം നിന്നോട്? ഒരു ദിവസം സൈമൺ കാടിനുള്ളിൽ പോയി കളിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അവന്റെ വീട് പൂർണ്ണമായും കത്തിയിരുന്നു. അതുപോലെ ആ വീടിനുള്ളിൽ അവന്റെ പേരൻസും കത്തിച്ചാമ്പലായി. സൈമൺ കരഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം പോയി. അവൻ കാടിന് ഉൾവശത്തു പോയിരുന്നു. God, I will never forgive you. നീ എന്റെ കയ്യിൽ നിന്നും എന്റെ അച്ഛനും അമ്മയും തിരിച്ചെടുത്തു. അപ്പോൾ ദൂരെ അവിടെ ഒരു മുത്തശ്ശി അവന്റെ കണ്ണിൽ പെട്ടു. അവർ കാട്ടിലുള്ള ഒരു ചെറിയ വീട്ടിലാണുള്ളത്. സൈമൺ അവരുടെ അടുത്തേക്ക് പോയി. അവർ സൈമണെ ദത്തെടുത്തു. അതിൽ പിന്നെ സൈമണും അവരെ മുത്തശ്ശി എന്നും വിളിക്കാൻ തുടങ്ങി. മുത്തശ്ശിക്കൊരു കൊച്ചുമകളും ഉണ്ടായിരുന്നു, ആഞ്ചലീന. നീ എന്റെ ഫ്രണ്ട് ആകുമോ സൈമൺ? Why not, Angelina? അതിനുശേഷം രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയി മാറി. അതിനുശേഷം അവർ വളർന്നതും തമ്മിൽ ഇഷ്ടപ്പെടാനും തുടങ്ങി. കുറച്ചു നാളുകൾക്കുള്ളിൽ മുത്തശ്ശി മരിച്ചു. ആഞ്ചലീന അതോർത്ത് ഒരുപാട് വിഷമിച്ചു. വിഷമിക്കണ്ട ആഞ്ചലീന, നീ തനിച്ചല്ല, നിനക്ക് വേണ്ടി ഞാനില്ലേ. പിന്നെ രണ്ടുപേരും കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. അവർ അവൾക്ക് സ്ലെൻഡ്രീന എന്ന പേരുമിട്ടു. രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. താങ്ക് യു അഞ്ജലീന, നീ നിന്നെ പോലെ തന്നെ സുന്ദരിയായൊരു പെൺകുഞ്ഞിനെ എനിക്ക് തന്നു. കുറച്ചായി സ്ലെൻഡ്രീനയും വളർന്നു വന്നു. 3 പേരും അവിടെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം സൈമൺ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവൻ കണ്ടു ആഞ്ചലീനയും സ്ലെൻഡ്രീനയും ചോരയൊലിച്ച് വീടിന് മുൻപിൽ കിടക്കുന്നു. അവൻ ഇത് കണ്ട് ഒരുപാട് വിഷമിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവൻ വേഗത്തിൽ വീട്ടിലേക്ക് പോയി. കുറച്ചു നേരത്തിൽ അവൻ അലയ്ക്കുന്ന ശബ്ദം കേട്ടു. ഏഞ്ചലീനയും സ്ലെൻഡ്രീനയും വേഗത്തിൽ വീടിനുള്ളിലേക്ക് ഓടി. അവർ രണ്ടുപേരും സൈമന്റെ അടുത്ത് മരിച്ചതായി അഭിനയിക്കുകയായിരുന്നു. അവർ കിച്ചന്റെ അടുത്ത് വന്നപ്പോൾ കണ്ടു സൈമൺ കത്തിയെടുത്ത് അവനെ തന്നെ കുത്തിക്കൊണ്ടിരുന്നു.
സൈമൺ, നീ ഇതെന്തായി ചെയ്തത്? ഞാൻ വെറുതെ കളിച്ചതാ. അച്ഛാ, എന്തിനാ ഇങ്ങനെ ചെയ്തത്? സൈമൺ മരിച്ചുപോയി. ഒരു കറുത്ത നിഴൽ അവന്റെ മേലെ വന്നു വീണു. അപ്പോൾ പെട്ടെന്ന് സൈമൺ നീളം വെച്ചു തുടങ്ങി. അവന് 4 വശവും വള്ളികൾ വരാൻ തുടങ്ങി. പിന്നെ അവന്റെ മുഖത്തു നിന്നും കണ്ണ്, കാത്, മൂക്ക്, വായ ഓരോന്നായി മറയാൻ തുടങ്ങി. കുറച്ചു നേരത്തിനുള്ളിൽ അവന്റെ മുഖം ഫുൾ ബ്ലാങ്കായി മാറി. മുഴുവനും വെളുത്ത് വലുതായി. അവന്റെ നീളവും 2 മടങ്ങായി. അവൻ 2 പേരെയും കൂടെ കൊണ്ടുപോകാനായി നോക്കി. ആഞ്ചലീന വെളിയിൽ വന്ന സ്ലെൻഡ്രീനയോട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാനും പറഞ്ഞു. ഓടിക്കോ മോളെ, ഓടിക്കോ. ഇനി മുതൽ നിനക്കിവിടെ ആരുമില്ല. എന്നാൽ അമ്മയ്ക്കും വന്നുകൂടെ? ആ, ഞാനും വരാം. എന്നാൽ നീ തിരിഞ്ഞു നോക്കാതെ ആദ്യം ഇവിടെ നിന്നും ഓട്. ആഞ്ചലീനയാൽ ഒരുപാട് ദൂരം ഓടാൻ പറ്റിയില്ല. അവളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ സൈമൺ അവളെ അവന്റെ കറുത്ത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്നു മുതൽ ആ രൂപത്തിനെ സ്ലെൻഡർമാൻ എന്ന് വിളിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ വരെയും ആ സ്ലെൻഡർമാൻ തന്റെ കാണാതെ പോയ കുഞ്ഞിനെ ആ കാടിനുള്ളിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കാടിനുള്ളിലേക്ക് യങ്സ്റ്റേഴ്സ് പോയാൽ സ്ലെൻഡർമാൻ കൊണ്ടുപോകുന്നത്. എന്നാൽ ഫാദർ, ഞങ്ങളുടെ മകൾക്ക് ഭേദമാകില്ലേ? ഭേദമാകും, വിഷമിക്കണ്ട. ജീസസ് കൂടെയുണ്ട്. അതുപോലെ ഇവളെ രാത്രി തനിച്ചെങ്ങും വെളിയിൽ വിടരുത്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇവളെ നോക്കണം. അതുപോലെ ഈ മാന്ത്രിക ക്രോസും അവളുടെ കഴുത്തിലിടൂ. റോസ്ലിന്റെ അച്ഛനും അമ്മയും അവൾക്ക് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തു. എന്നാൽ അവൾ ഒരു ഭ്രാന്തിയെ പോലെ ഇരുന്നു. അവളുടെ മനസ്സിൽ നിന്നും സ്ലെൻഡർമാനെ പറ്റിയുള്ള പേടി പോയതേയില്ല. എപ്പോഴും അവന്റെ നീളമുള്ള ആ മുഖം, അവന്റെ ദേഹത്തു നിന്നും വരുന്ന വള്ളികളും ഓർമ്മ വന്നുകൊണ്ടേയിരുന്നു. എപ്പോൾ ഓർമ്മ വരുന്നു, അവൾ അലറിക്കൊണ്ടേയിരുന്നു. അവളുടെ മുറിയിൽ വളരെ ഒച്ചത്തിൽ അലറിക്കൊണ്ടേയിരുന്നു.